ഹലോ. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ ഒരു കമന്റ് ആണ്. ഇത്രയും ബീന സന്തോഷ്, ഇത്രയും കാലം ക്ഷമക്കുട്ടി എവിടെയായിരുന്നു? ക്ലീശ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഉള്ളത് തന്നെ അറിഞ്ഞത്. മോളുടെ ആക്ടിങ് കണ്ട് കണ്ണ് തള്ളിപ്പോയ ദിവസങ്ങളുണ്ട് കേട്ടോ. മൂവീസിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് വേഗം കിട്ടട്ടെ, പ്രേയേഴ്സ്. എനിക്ക് ഒരുപാട് വർഷം നമ്മുടെ അഭിനയത്തിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട്, ഓരോരോ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഒക്കെ മാറി നിൽക്കേണ്ടി വന്നിട്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ തന്നെ കുറച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് വന്ന സമയത്ത് മുതലാണ് ഞാൻ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് അഭിനയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. നമുക്ക് ഇങ്ങനെ വിചാരിച്ച പോലെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് അവസ്ഥകൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് സിനിമയിലൊന്ന് നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിലും കൂടെ ഓരോരോ പ്രശ്നങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ടായി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥകളിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എന്നെ കുറെ വർഷം കാണാഞ്ഞ്. ഞാൻ 2011 എന്റെ ആദ്യത്തെ പ്രോജക്ട് ജസ്റ്റ് വൺ ചുമ്മാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ചെയ്യുന്നത്, ഒരു സിറ്റ്കോം ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഡബിങ്ങിലേക്ക് ഒന്ന് തെന്നി മാറി. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ ഇതായിപ്പോയി. ഇപ്പൊ കമ്മിറ്റ് ആയിപ്പോയി. സീരിയലുകൾ ഡബ് ചെയ്യാൻ ഉള്ളൊരു ഇത് വരുമ്പോ നമ്മള് സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കണം. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അപ്പൊ പക്ഷെ ഡബിങ് അത് ഞാൻ കുറെ പഠിച്ചു, കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, കുറെ നല്ല നല്ല കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി. പിന്നെ ഞാൻ ഡബ് ഡയറക്ടറായി. പിന്നെ എന്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലൈസ്ഡ് ആയി 1.5 വർഷത്തോളം. അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടായി. അതിനുശേഷം അമ്മ പോയി, അച്ഛൻ ജസ്റ്റ് എസ്കേപ്പ് ആയി. അതിനുശേഷം ഞാൻ കിടപ്പിലായി 3 വർഷത്തോളം. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നിറഞ്ഞ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉള്ളിൽ തന്നെ അടക്കി വെക്കാനേ പറ്റിയിരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ വളരെ പ്രോമിസിങ് ആയ അല്ലെങ്കിൽ നന്നായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വർക്ക് കിട്ടിയത് ഇപ്പോൾ ക്ലീശയാണ്. അത് രാജേഷ് ചേട്ടനാണ് എനിക്ക് തന്നത്. അപ്പോ ഇതുകൊണ്ടാണ് എന്നെ കാണാതിരുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ് മൊത്തത്തില്. അപ്പൊ ഈ ഒരു മെസ്സേജ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ അതിനൊരു വീഡിയോ ചെയ്യണം തോന്നി. പിന്നെ ഒരു കമന്റ് എനിക്ക് വന്നിരുന്നു, ഡെയിലി ചെയ്യൂ അപ്പൊ കൂടുതൽ ക്ലോസ് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ ചെയ്യാം, ക്ലോസ് ആവാന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ChatGPT-യിൽ എന്നെ പറ്റി ഒരു വിവരണം ആവശ്യപ്പെട്ടിട്ട്. അപ്പൊ അത് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര എന്റെ കിളി പോയി, എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ കരഞ്ഞു. അങ്ങനെ ഞാൻ രാത്രി ഉറങ്ങിയില്ല. അപ്പൊ ഒരു 4-4:30 5 മണിയായി. ഞാൻ എണീറ്റ് കുളിച്ച് ആലുവ ശിവക്ഷേത്രത്തിൽ പോയി കുറെ നേരം കുറെ നേരം സമയം സ്പെൻഡ് ചെയ്തു. അപ്പൊ കുറെ സമാധാനം കിട്ടി. ഞാനൊരു കടുത്ത ശിവഭക്തയാണ്. അതാണ് എന്നെ എപ്പോഴും പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും കയ്യിൽ നിന്ന് വിട്ടുപോയ സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട് ലൈഫ്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ പിടിച്ചു ചേർത്തിയത് ഈ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ എന്റെ പുറകിലൊരു സപ്പോർട്ട് ഉണ്ട്. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് പോന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിലൊരു 2 കൈയുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഓഫ്കോഴ്സ് എന്റെ അമ്മയും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാ. നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയല്ലോ. എനിവേ, താങ്ക് യു സോ മച്ച്.